ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ GTA 5 എയ്റോപ്ലെയിനകത്താണ് ഗായ്സ് ഫൈറ്റ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ തംബ്ലൈനിൽ കാണിച്ച പോലെ തന്നെ ഇന്ന് നമ്മൾ എയ്റോപ്ലെയിനകത്താണ് ഫൈറ്റ് എടുക്കുന്നത്. അപ്പം എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടു നോക്കുക. ഫുൾ വീഡിയോ കാണാതെ ആരും സ്കിപ്പ് അടിച്ചൊന്നും പോകാതെ നമ്മൾ ഫുൾ വീഡിയോ കാണുക ഗായ്സ്. അപ്പോൾ അതിന് മുന്നേ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ GTA 5 ഓരോരോ മെഷീൻസ് ആണെങ്കിലും അല്ലാത്ത കുറച്ച് ഗെയിംസ് ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം ചില ഗെയിംസൊക്കെ എല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഫോർസ ഹൊറൈസൺ 4 ആണെങ്കിലും നമ്മൾ നേരത്തെ ഫാർ ക്രൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഏതെങ്കിലും ഗെയിംസ് വേണേൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് ഒരു 6GB റാമിലൊക്കെ നിൽക്കുന്ന ഓടുന്ന ഗെയിംസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളപ്പോൾ മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ലാപ്പിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പറയുമ്പം നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. പിന്നെ അല്ലാതെ നമ്മൾ വീഡിയോ ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ മാക്സിമം അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഈ മെഷീൻസ് എന്താണ് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു മെഷീൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതേ മച്ചാൻ കഥമൊക്കെ അടച്ചിട്ടേക്കാണ്. പുള്ളി വീട്ടിലില്ലെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഫ്രാങ്ക്ലിൻ പുള്ളിയെ വിളിക്കുകയാണ്. എന്താ നടക്കുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. ഫ്രാങ്ക്ലിൻ്റെ കാലിനെന്തോ പറ്റി, മുട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്ന വഴിക്ക് ഇടിച്ചൊന്ന് വീണായിരുന്നു. ഇതേ മൈക്കിൾ ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളി ഫോണൊക്കെ എടുത്ത് പുള്ളി വേറെ വീട്ടിലേക്ക് വിടുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രൈവർ പുള്ളി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കലിപ്പൻ അവിടെ കിടപ്പുണ്ട്. പുള്ളി അവനങ്ങ് നാശം. അവൻ എപ്പോഴും അങ്ങ് കലിപ്പ. അവനെന്ത് വല്ലാത്തൊരു മൈൻഡ് അവൻ്റെ. ഒരു വൃത്തിയായിട്ടൊരുത്തർ ഗൈസ്. അപ്പം ഇതേ പുള്ളിക്കാരത്തിയെ തട്ടിക്കൊണ്ടുപോയി. ഇത് മറ്റേ പുള്ളിക്കാരൻ്റെ എന്തോ മെക്സിക്കോ അങ്ങനെന്തോ പറഞ്ഞ പുള്ളിക്കാരൻ്റെ എന്തോ ഭാര്യയായിരുന്നു എന്നാ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. ഭാര്യ കണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ തട്ടിക്കൊണ്ടിങ്ങ് പോകുന്നു. ഇവനൊന്നും ഒരു പണിയില്ല. ഇവൻ കാണിക്കുന്ന വേല ഉണ്ട്. ഇവനാ ഇതെല്ലാം ഒപ്പിക്കുന്നത്. ഇവനാണെന്ന് തോന്നുന്നു തട്ടിക്കൊണ്ട് വന്നത്. ഇവൻ തന്നെ. ഞാൻ മെഷീൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. കഴിച്ച് അത് എന്തായാലും എടുത്ത് നോക്കിയാൽ അറിയാം. അതൊക്കെ നമ്മുടെ നേരത്തെ വീഡിയോസിലായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് പോയി എടുത്ത് നോക്കുക. മൈക്കിളും എടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നവൻ വേണ്ട. അവളെ ടേപ്പൊക്കെ വലിച്ചൂരി ഉണ്ടോ, പെയ്യെ ഊരാവുള്ളതിന്. അവനോട് ഭയങ്കര സീനാണ്. ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒരു പ്ലെയിൻ, അതായത് ഇവന് ഇത് ഗണ്ണും കാര്യങ്ങളും എല്ലാത്തിനോടൊക്കെ സെറ്റ് ചെയ്യാനും എല്ലാം കൂടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു പ്ലെയിൻ ഇവന് വേണം. ആ പ്ലെയിന് ഇവൻ്റെ കൺട്രോളിലാക്കാൻ വേണ്ടി ആണ് ഇന്ന് പോകുന്നത്. അതിനാണിന്ന് നമ്മൾ പ്ലെയിൻ വെച്ചിട്ട് ഫൈറ്റൊക്കെ എടുക്കാൻ പോകണം. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ഫൈറ്റാണ്. അതായത് ആ ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സിനിമ ഏകദേശം ഇംഗ്ലീഷ് ഒരു സിനിമ നടക്കുന്ന പോലെ ഒരു സംഭവം നടക്കും ഇവിടെ. കിഡിലാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നമുക്ക് അങ്ങോട്ട് സ്റ്റോറി ബേസ് ചെയ്ത് ഇങ്ങനെ പോവാം. നമുക്ക് ഇങ്ങനെ പോവാം ഗൈസ്. ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ സ്റ്റോറി പറഞ്ഞ് കുഴപ്പിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റോറി സാധനങ്ങളും ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഗൈസ്, നമ്മളോട് പറഞ്ഞേക്കുന്നത് മറ്റേ പ്ലെയിൻ്റെ അടുത്തോട്ട് പോകാനാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മളെ വണ്ടി എടുക്കണം. അതായത് ഈ ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു പ്ലെയിന് മച്ചാന് വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ഷെഡിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലെയിൻ എടുക്കാനാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ സാധനം കൊണ്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ സ്ഥലം അവിടെ പോയി പൈസ കൊടുത്ത് അപ്പോഴേ നമ്മൾ പൈസ എറിഞ്ഞ് സ്ഥലം അങ്ങ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ഇടാനേ പറ്റത്തുള്ളൂ. നമ്മൾ അവിടെ ആയിട്ട് ഒരു ഗ്യാരേജ് പോലെ സംഭവം അങ്ങ് ഉണ്ടാക്കി അവിടെ നമ്മൾ പ്ലെയിൻ ഇട്ടേക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ആ പ്ലെയിൻ്റെ അടുത്തോട്ടാണ്. നമ്മളെ വണ്ടിയൊക്കെ സെറ്റായിട്ടോ. ഓടിക്കുന്ന ഇച്ചിരി കുഴപ്പമുണ്ട്. അതൊക്കെ പോകുന്ന വഴിക്ക് മാറുമായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് ഇതാകുമ്പോൾ തന്നെ ഈ സോക്കേടൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ ഗൈസ്, നമുക്കിനി നേരെ ആ പ്ലെയിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് പ്ലെയിൻ എടുത്തിട്ട് വേണം ഗൈസ്. അതായത് നമുക്ക് ആദ്യം നമ്മുടെ പ്ലെയിൻ എടുക്കണം. എന്നിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി.
ഗൈസ് ഒരു മുടിഞ്ഞവനൊക്കെ എങ്ങോട്ട് ഇതാരും സൈഡിൽ മറ്റേ പുള്ളി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അപ്പുറത്തിരിക്കുന്ന വണ്ടിയിൽ അവൻ ഇപ്പുറത്ത് വന്നെന്ന്. ഗൈസ് നമ്മളിതേ നമ്മളെ പ്ലെയിൻ കിടക്കുന്ന സ്ഥലം എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു സെറ്റ് സ്ഥലം വേണ്ടി ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ട് ഗ്യാരേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ഗൈസ്. അപ്പോൾ ഈ പ്ലെയിനാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇന്ന് ഇതിലാണ് നമ്മുടെ വിളയാട്ടം. നമ്മളിതിൽ ഇന്ന് ഒത്തിരി ഓടിക്കാറുണ്ട്. ഇന്ന് പ്ലെയിൻ നമുക്കിന്ന് ഒത്തിരി ഓടിക്കാറുണ്ട്. നമുക്കിനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി പ്ലെയിനിലോട്ട് കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലെയിൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പറക്കാം. അതായത് നമുക്ക് മറ്റേ കാർഗോ പ്ലെയിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ ഈ പ്ലെയിൻ പറത്താൻ പോകുന്നത്. നമുക്കിനി എന്തായാലും രണ്ടും പ്ലെയിനാണ്, എല്ലാം വേണം. അങ്ങോട്ട് പറത്താം ഗൈസ്. പ്ലെയിൻ അങ്ങോട്ട് പൊങ്ങുന്നില്ലല്ലോടാ. പൊങ്ങി പ്ലെയിൻ പൊങ്ങി ഗൈസ്. പിന്നെ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മളിതെൻ്റെ ഈ ഒരു പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഹൈറ്റിലേ ഇതുവഴി പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആർമി ഇതിൻ്റെ ആൾക്കാരുണ്ട്, ഈ നേവിയൊക്കെ ആൾക്കാരുണ്ട്, അവർ നമ്മളെ നോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് മിലിറ്ററി ബേസ്ഡാണ്. നമ്മൾ ഒത്തിരി ഫ്ലൈ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേഗം തന്നെ നമ്മളെ ഇത് മാർക്ക് ചെയ്യും. അതിലും നല്ലത് നമ്മൾ മാക്സിമം ഹൈറ്റ് കുറച്ച് പ്ലെയിൻ പറപ്പിക്കാവോ അത്രയും ഹൈറ്റ് കുറച്ച് പ്ലെയിൻ പറപ്പിക്കുക. അതാകുമ്പം വേഗം അവർ മാർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഒത്തിരി ഹൈറ്റ് ആണെങ്കിൽ മാത്രമേ അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഹൈറ്റ് ഇല്ലെങ്കിൽ അവർക്ക് മാർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നതുകൊണ്ട് ആ പോകുന്നതായിരിക്കും നമ്മുടെ കാർഗോ പ്ലെയിൻ എന്നാണ് തോന്നുന്നത്. നമുക്ക് ഫോളോ ദ കാർഗോ പ്ലെയിൻ സെയിം കോസ്റ്റ് ഡയഗ്രാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞെങ്കിൽ നമുക്ക് അതിൻ്റെ അങ്ങോട്ട് പറപ്പിച്ചങ്ങോട്ട് വിടാം. നമ്മൾ മാക്സിമം കൈ കൊടുത്ത് വിട്ടേക്കാണ്. മാക്സിമം എനിക്കിപ്പോഴും ശരിക്കും ഈ പ്ലെയിൻ ഓടിക്കാൻ അറിഞ്ഞുകൂടാ. സത്യം പറയാലോ, എനിക്കിപ്പോഴും ശരിക്കും ഈ പ്ലെയിനൊന്ന് ശരിക്കൊന്ന് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഓടിക്കുന്നു. കഷ്ടപ്പെട്ടു നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഒരു പ്ലെയിൻ ഓടിക്കാൻ. അത്യാവശ്യം പാടുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം പാടില്ല. ചില സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും കാറും ബൈക്കും ഒക്കെ ആണെങ്കിലും പിന്നെ ഒരുമാതിരി കുഴപ്പമില്ലാതെയും ഒന്ന് നിൽക്കും. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചു പോങ്ങി വരത്തുമില്ല ഗൈസ്. ആകെ വള്ളിയാണ്. ഈ സ്ഥലമൊക്കെ കൊള്ളാം കേട്ടോ. ഇതുവഴിയൊന്നും ഞാൻ വന്നിട്ട് പോലും ഇല്ല. ഇത്ര നാളായിട്ട് ഗെയിം കളിക്കും, ഇതുവഴിയൊന്നും വന്നിട്ട് പോലും ഇല്ല ഗൈസ്. ഇവിടെയൊക്കെ സീനാണ്. ഇവിടെയൊക്കെ സീനാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്കൊന്ന് ഇത് മിലിറ്ററിയുടെ ബേസിലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കാണുന്നതൊക്കെ മിലിറ്ററി ബേസ്ഡ് സ്ഥലമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഒത്തിരി അവരെ അലേർട്ട് ചെയ്യാതെ നമ്മൾ സ്മൂത്തായിട്ട് പോകണം. മണ്ടക്കൂടെ പ്ലെയിൻ പോകുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് കയറ്റി വെക്കാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പോൾ വെക്കുന്ന നേരെ ഓപ്പോസിറ്റ് നമുക്ക് വേണേൽ നമ്മുടെ പ്ലെയിൻ വേണേൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലെയിൻ്റെ അടുത്തോട്ടാകും. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവസാനത്തെ വെപ്പായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവന്മാർ മിലിറ്ററി ആൾക്കാർ വരും, നമ്മളെ പ്ലെയിൻ വെടി വെച്ചിട്ട് നമ്മൾ ചത്തുപോകും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ കാർഗോ പ്ലെയിൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. അതും ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഓടിക്കുക. നമ്മളിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം മര്യാദയ്ക്ക് ഓടിക്കുക. ഒത്തിരി ഹൈറ്റ് കൂട്ടി ഇനി വള്ളി ഒപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിത് അവർ പറയുന്നുണ്ട് ഫോളോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് ഒത്തിരി ഹൈറ്റ് കൂട്ടിയാൽ പ്രശ്നമാവും. കാരണം അവർ മാർക്ക് ചെയ്യും. നമ്മുടെ പ്ലെയിൻ തോണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് ഒത്തിരി സ്പീഡില്ലാത്ത? അവർ നല്ല സ്പീഡിലാണ് പോകുന്നത്. കുറേ നേരമായിട്ട് ഫോളോ ചെയ്യാണ് ഗൈസ്. കുറേ നേരമായി, ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നുള്ളൂ. എന്നാൽ അടുക്കുന്നുമില്ല, ഒത്തിരി അകലുന്നുമില്ല. ആ ഒരവസ്ഥയിലായി ഗൈസ്. ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാൽ പക്ഷെ നമ്മൾ ഒത്തിരി ഹൈറ്റിലല്ല നമ്മൾ പോകുന്നത്. നമുക്ക് ഒത്തിരി ഹൈറ്റ് വേണേൽ എടുക്കാൻ പറ്റും ഗൈസ്. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ അവർ വേഗം നമ്മളെ നോട്ട് ചെയ്യും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ ആകെ വള്ളിയാവും. പിന്നെ എന്തോ ചെയ്യാനൊക്കെ വണ്ടിയും പോട്ട് ഗൈസ്. പ്ലെയിനല്ലേ മുങ്ങിപ്പോയത് ഗൈസ്. ഡിസ്ട്രോയിഡോ? അതെങ്ങനെ? അവരെന്തോ ചെയ്തു? അവർ നമ്മളെ കണ്ടോ? നമ്മളെ എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് പോവാം. എന്തും ആവുമെന്നൊരു പിടിയില്ല ഗൈസ്. അധികം താമസിക്കാതെ തന്നെ ഈ പ്ലെയിൻ തീരുമെന്നാണ് തോന്നുന്നത്.
ഗൈസ് നമ്മളിപ്പോൾ ഒത്തിരി ദൂരം വന്നിട്ടുണ്ട്. ഒത്തിരി ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒത്തിരി ദൂരം തന്നെ പ്ലെയിൻ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. തലയങ്ങ് ഇവിടെ ഉണ്ട് ഗൈസ്. ഒത്തിരി നേരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. ഇതുവരെയായിട്ട് ആ പ്ലെയിൻ്റെ അടുത്തോട്ടൊന്നും വരുന്നില്ല. എത്ര നേരമായെന്നറിയാമോ? ഫുൾ ആക്സലറേഷനാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഗൈസ്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ആ പ്ലെയിൻ എന്നാൽ അതിൽ സ്പീഡിൽ പോകുന്നുമില്ല, എന്നാൽ ഇതൊട്ട് അതിൻ്റെ അടുത്തോട്ട് ഒത്തിരി നല്ലോട്ട് എത്തുന്നുമില്ല. നമുക്ക് തലയും ചൂടാകുന്നു ഗൈസ്, വല്ലാതിരിക്കുന്നു പ്ലെയിൻ. ഇത് കൺട്രോൾ കുറേ നേരമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴേ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ മറന്നു പോകും ഗൈസ് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഗൈസ്. ഓ തുടങ്ങി. ഓ നമ്മളെ കണ്ട് സീനായി ഗൈസ്. അവിടെ നിന്ന് അവർ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളതിലൊന്നും കൊള്ളിക്കല്ലേ, അവർ കറക്റ്റായിട്ടൊന്നും അല്ല ചെയ്യുന്നത്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ കറക്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പ്ലെയിനിൽ അകത്തോട്ട് കയറ്റണമെന്ന് തോന്നുന്നു. അകത്തോട്ട് ഗൈസ്, അകത്തോട്ട് കയറുന്നില്ലല്ലോ ഗൈസ്. ഇതെങ്ങനെ ഒന്ന് താക്കുന്നേ ശരിക്കൊന്ന്. ഗൈസ് ഇത് ശരിക്കായിട്ടൊന്ന് താഴുന്നുമില്ല, ഒരു പൊങ്ങുന്നില്ല, ഒരു വല്ലാത്തൊരു ഇതില്. ഓ അവന്മാര് വെട്ടിയേക്കുന്ന കേട്ടോ. നമുക്ക് കിട്ടും. ഇടിച്ച് കയറ്റ് ഗൈസ്, ഇടിച്ച് കയറ്റി. യെസ്. ഓ കയറി. അയ്യോ എൻ്റെ പ്ലെയിൻ മുഴുവൻ നശിച്ചു പോയി. നമുക്ക് ഈ ഒരു പ്ലെയിൻ കിട്ടി. കൊള്ളാം, ആ പ്ലെയിൻ മുഴുവനായിട്ട് പോയി ഗൈസ്. ഓക്കെ, നമുക്ക് ഗണ്ണം കൂടെ എടുക്കാം. ഓ കൊള്ളാം. ഒരുത്തൻ വീണു, രണ്ടാമത്തെ വീണു ഗൈസ്. ഈ ഗാർഡ്സിനെ എല്ലാവരും നമ്മൾ കൊല്ലണം. ഗേറ്റിൻ്റെ മുകളിലും ഗാർഡ്സ്, മതിലിൻ്റെ മണ്ടയ്ക്കും ഗാർഡ്സ്, പ്ലെയിനിനകത്തും ഗാർഡ്സ് ഗൈസ്. ഇവരെല്ലാവരെയും കൊല്ലണം. നമ്മൾ മാക്സിമം ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം, കാരണം ഇവന്മാർ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്നൊന്നും ഒരു പിടിയില്ല. നമ്മൾ ചാവാൻ പാടില്ല, മനസ്സിലായോ ഗൈസ്? നമ്മൾ ചാവാൻ പാടില്ല. ആകെ വള്ളിയാണ്. നമ്മളിപ്പോൾ തീരുമെന്ന് തോന്നുന്നത്. ഓക്കെ, ലൈഫ് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരുത്തനെ കൊന്നു. അടുത്തവൻ അവൻ ചത്തില്ലടാ, ചത്തില്ലേ ഇവനൊന്നും ചാവൊന്നുമില്ല. ഇവനൊക്കെ ചത്തൂടെ ഗൈസ്? ഓക്കെ, അവൻ ചത്ത്. ഓക്കെ ആയിട്ടുണ്ട്. അത്രയും പേരെ ഞാൻ കണ്ടുള്ളൂ. ഓക്കെ, വണ്ടി. ഓ ചത്തുപോയി. അവിടെ വരെ എത്തിച്ചിട്ട് ചത്തുപോയല്ലോ ഗൈസ്. ഇത് ഇവിടെ ഇനി സ്റ്റാർട്ടിങ്ങിന് എങ്ങനെയാ? എൻ്റെ ചെക്ക് പോയിന്റ് ഇവിടെ വന്നൊരു പിടിയില്ലല്ലോ ഗൈസ്. ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും വണ്ടി അങ്ങനെ വരുമെന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. ഓ നാശത്തെ വീണ്ടും ഇവിടെ നിന്ന് തന്നെ. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് പൊട്ടിച്ച് തുടങ്ങാം. ഇനിയിപ്പോൾ ഗൈസ് നമുക്ക് ഒന്നും നോക്കണ്ട, തകർത്ത് വാരി പൊട്ടിക്കാം. ഓ ഗൈസ്, വണ്ടി തെറിച്ചാണ് കേട്ടോ. വണ്ടിയൊക്കെ തെറിച്ച് പോവാണ്. ആകെ പ്രശ്നമാണ്, മുഴുവൻ വള്ളിയാണ് ഗൈസ്. നമുക്ക് നോക്കാം. ഇനി എവിടാണ് ഇവന്മാർ നിൽക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഗൈസ്. വണ്ടി നമ്മൾ അങ്ങനെ ചതിക്കുന്ന ഞാൻ ഓർത്തില്ല കേട്ടോ. ഞാൻ അടുത്ത് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആളൊന്നും മൂവ്മെൻറ്റ് പോലും ഇടാൻ പറ്റില്ല ഗൈസ്. ഇപ്പം നമ്മൾ ലൈഫ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഗണ്ണൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിസ്റ്റൽ വെച്ചൊക്കെ അടിച്ച് ഗൈസ്. നമ്മൾ വീണ്ടും അടുത്ത ഗണ്ണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഗണ്ണാണ് ഗൈസ്. ഇത് കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല സ്പീഡിൽ ബുള്ളറ്റൊക്കെ. ഓക്കെ, അങ്ങനെ ആ വണ്ടി പോയി. ഇനി കുഴപ്പമില്ല, പോകും. ഇതിപ്പോൾ പോവോ? ഇല്ലായിരിക്കും അല്ലേ ഗൈസ്? എനിക്കൊന്ന് ആ വണ്ടി പോകത്തില്ലായിരിക്കും. നമുക്ക് നോക്കാം. അതിനകത്ത് അവിടെ നിൽപ്പുണ്ടാവൻ കൊള്ളുന്നില്ലല്ലോ. എത്ര പക്ഷേ ജസ്റ്റ് കണ്ടോ, റെഡ് വരും അപ്പോഴേ പോവും. അങ്ങനെ ചത്ത് ഗൈസ്. അവൻ ചത്ത്. അവനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മണ്ടക്കോട്ട് കയറാം ഗൈസ്. വലിഞ്ഞങ്ങോട്ട് കയറട്ടെ. ഇതാര് ഞാൻ വരുന്നിടം വരെ കാത്തിരിക്കുമായിരുന്നു തോന്നുന്നു കേട്ടോ പുള്ളി. ഓക്കെ, നമ്മുടെ പ്ലെയിൻ അങ്ങോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മുടെ പ്ലെയിൻ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. പ്ലെയിനൊക്കെ അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. എല്ലാം ഇനി സർവീസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അത്യാവശ്യം വേണ്ട പുകയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കുറേ ജീപ്പും കുന്തും ഒക്കെ കുറേ പോയി ഗൈസ്. നമുക്ക് അങ്ങോട്ട് തിരിക്കാം. ഗൈസ്, ഇത് നല്ല പാടാണ് കേട്ടോ. ഇത് തിരിഞ്ഞൊന്നും അങ്ങനെ വരുന്നില്ല, ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇതും അത്യാവശ്യം പാട്. ഈ കാറ് ബൈക്കൊക്കെയാണ് പിന്നെയും തിരിച്ചോണ്ട് പോയി. ഈ ഷിപ്പ് പോട്ടെ, ഷിപ്പ് പോലത്തെ ബോട്ടോ ഏതാണ്ടൊക്കെ സംഭവം ഉണ്ടല്ലോ.
മുങ്ങിക്കപ്പലും ഈ പ്ലെയിനും ഒക്കെ പാട്. ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. മുങ്ങിക്കപ്പൽ പിന്നെയും പോട്ടെ, അതിനടിയിൽ കൂടെ അതെങ്ങോട്ടാണെങ്കിലും പോയാലും നമുക്ക് പിന്നെ ശരിയാക്കാം. നമ്മൾ മുങ്ങിച്ചാവത്തില്ല. ഈ പ്ലെയിൻ ആണെങ്കിൽ ഭയങ്കര വിലയാണ്. പ്ലെയിൻ ആണെങ്കിൽ അവിടെ ഇവിടെ ചെന്ന് ഇടിക്കുകയൊക്കെ ചെയ്യും. ഇടിച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ട് തീരുകയും ചെയ്യും. ഗൈസ്, നമ്മളെ അന്വേഷിച്ച് 2 ആൾക്കാർ 2 പ്ലെയിനിൽ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ, ഒരുത്തൻ. ഇനി വേറൊരുത്തൻ്റെ അപ്പുറത്തുള്ള സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഉറുമ്പ് പോലൊരു സാധനം വരുന്നുണ്ട്. ഗൈസ്, ഇവന്മാരെല്ലാം നമ്മളെ മതി. ഇവന്മാർക്കൊക്കെ വേറെ ആരെയും വേണ്ട. ഗൈസ്, ഇത് ഓടിക്കുന്ന പാട് എനിക്കറിയാം. ഇവന്മാർക്ക് ഇത് എന്തോതിൻ്റെ കേടാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നമ്മുടെ തന്നെ പ്ലെയിൻ അടിയിൽ നിന്ന് കത്തുന്നുണ്ട്. അടിയിൽ നിന്ന് പോയി ഗൈസ്. നോക്ക്, അടിവശമേ ഇല്ല, പകുതി ഇല്ല, കുറച്ചേ ഉള്ളൂ. ആ ഭാഗം കൊണ്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് ഇവന്മാർ വള്ളിയാക്കുമെന്നാണ് തോന്നുന്നത്. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടിക്കളിക്കുന്നുണ്ട്. ഇത് നമുക്കുള്ള പണിയാണ് ഗൈസ്. നമ്മുടെ പ്ലെയിൻ നമ്മുടെ കയ്യിലല്ല നിൽക്കുന്നത്, മനസ്സിലായോ? പ്ലെയിൻ ഇങ്ങനെ വല്ലാതൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ തന്നെ പ്ലെയിനിൻ്റെ കയ്യിൽ പോകും ഗൈസ്. ആ ഒരു എൻട്രി ഒക്കെ കണ്ടു നൈസായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവന്മാർ ഷോ കാണിക്കുന്നത് എൻട്രി ചെയ്ത് ഗൈസ്. ചെറിയൊരു സ്റ്റക്ക് ഉണ്ടോയെന്ന് സംശയം ഗൈസ്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഗൈസ്. പ്ലെയിൻ പോയി, കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ നിന്ന് പോയെന്ന്. നമുക്ക് ഒന്നുകൂടെ ചെക്ക് പോയിന്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. വീണ്ടും കൊണ്ടിരിക്കണോ? അവൻ ഇടയിൽ കൂടൊക്കെ അവൻ സാഹസികത കാണിക്കുന്നു. ഇവന്മാർ എന്നെ കൊണ്ടേ മിക്കവാറും പോകത്തുള്ളൂ. നമ്മുടെ പ്ലെയിൻ ആണെങ്കിൽ അടിവശവും ഇല്ല ഗൈസ്. ഇവന്മാർ ഒരാൾ കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് അകത്തോട്ട് കയറി വരുമായിരിക്കും ഗൈസ്. ഇവന്മാർ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇവന്മാർ മിക്കവാറും ഷൂട്ട് ചെയ്യുമായിരിക്കും ഗൈസ്. ഷൂട്ട് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ പക്ഷെ ഷൂട്ട് ചെയ്താൽ കൊള്ളിക്കാൻ പറ്റുമോ? കൊള്ളിക്കുമായിരിക്കും ഇവന്മാർ ഗൈസ്. എനിക്കൊരു പിടിയില്ല ഇവന്മാർ ഇനി എന്തോ ചെയ്യാൻ പോകുന്നത് എന്നേന്ന്. നമ്മൾ നല്ല രീതിക്ക് പ്ലെയിൻ കൺട്രോൾ ചെയ്യുന്നത് നല്ല പാട് ഗൈസ്, നല്ല പാടാണ്. ഇത് ഷൂട്ട് ചെയ്ത് പ്ലെയിൻ കയ്യിൽ നിന്ന് പോയിന്ന് ഗൈസ്. പ്ലെയിൻ പോയി, ഒരു സൈഡ് പോയി. ക്ലൈംബ് സേഫ് ആറ്റിറ്റ്യൂഡ് ജമ്പ് ഫ്രം ദ പ്ലെയിൻ ഗൈസ്. അവർ ക്ലൈംബ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം എൻ്റെ പ്ലെയിൻ കയ്യിൽ നിന്ന് പോകത്തില്ല ഗൈസ്. അവർ പറയുന്ന രീതിക്ക് നമ്മൾ ചാടാം. പക്ഷേ എനിക്ക് തോന്നുന്നു പ്ലെയിൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നി. എനിക്കിനി ഈ പ്ലെയിൻ കിട്ടൂല. നമ്മുടെ മറ്റേ പ്ലെയിനും പോയി ഗൈസ്. നമ്മൾ മൂഞ്ചിപ്പോയി ഗൈസ്, ഇനി നമുക്കൊന്നും കിട്ടൂല. പ്ലെയിനും ഇല്ല, ഒരു തേങ്ങയില്ല. ഇതൊന്നും ഇല്ലാതെ ഇനി തൊട്ട് നമുക്ക് നടക്കേണ്ടി വരും ഗൈസ്. പ്ലെയിനിൻ്റെ സൈഡ് മുഴുവനായിട്ട് കത്തുന്നു ഗൈസ്. ഇവിടെ അങ്ങ് ചാടിയാലോ? ഇത് കുറച്ചുകൂടെ പോവുമോ? ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. പൊട്ടിത്തെറിച്ച് പ്ലെയിൻ പൊട്ടിത്തെറിച്ച് ചത്തുപോയി ഗൈസ് നമ്മൾ. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും നമുക്കൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. നമ്മുടെ പ്ലെയിൻ്റെ വീണ്ടും ആ സൈഡ് ചിറക് തന്നെ പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് ആ വെള്ളത്തിൻ്റെ അവിടെ ആകുമ്പോൾ നമ്മൾ പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടേണ്ടി വരും. എന്തായാലും നമ്മൾ ചാടിയിരിക്കും. ഇനി നമ്മൾ ഒരു ദാക്ഷിണ്യം ഇല്ല, എടുത്ത് ചാടുമായിരിക്കും ഗൈസ്. വെള്ളത്തിലോട്ടായിരിക്കും ചാടേണ്ടത്. അവിടെ വരെ ചെല്ലുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല, അതിന് മുന്നേ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളത്തിൻ്റെ അവിടെ ആകുമ്പോൾ തന്നെ എടുത്ത് ചാടണം. പാരച്ചൂട്ടും കാര്യങ്ങളൊക്കെ കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ തീർന്നു ഗൈസ്, അവിടെ മുഞ്ചിന് പറ്റും. നമ്മൾ വീണ്ടും മിഷൻ കളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ചാടാം ഗൈസ്. ചാടാറായി. ഓക്കെ. ജമ്പ് ദ പ്ലെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓടുന്നുമില്ല ഗൈസ്. ഇതൊന്ന് സിനിമ പോലുണ്ടല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയത് ഗൈസ്. സെറ്റാണ്. ഓക്കെ, ചാടിയിട്ടുണ്ട്. നമ്മളെ പാരച്യൂട്ടും ഉണ്ട്. സേഫ്ലി ലാൻഡ് ചെയ്യാൻ പാരച്യൂട്ട് ഇപ്പോഴേ ഇടണ്ടായിരുന്നു ഗൈസ്. പാരച്യൂട്ടൊക്കെ ഇട്ട് നമ്മളിപ്പോൾ താഴോട്ട് ചെല്ലും ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഏതെങ്കിലും ഗെയിംസുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ചാനലുമായിട്ട് എല്ലാവരും സഹകരിക്കുക ഗൈസ്.
നല്ല രീതിയിൽ സഹകരിക്കുക. നമുക്ക് ഈ ഒരു ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ ഒരു ലാൻഡിങ് അത്ര സുഖമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം മിക്കവാറും എനിക്ക് പാരച്യൂട്ടിൽ നിന്ന് ലാൻഡ് ചെയ്യാൻ അറിയത്തില്ല, ചത്തുപോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാം, ചാവത്തില്ലായിരിക്കും ഗൈസ്. സ്ഥലം എടുക്കാറായി. വെള്ളത്തിലോട്ട് ലാൻഡ് ചെയ്താലോ, കരയിലോട്ട് തന്നെ ലാൻഡ് ചെയ്ത് ഓടാം ഫ്രണ്ടിലോട്ട്, അങ്ങനെ വല്ലതും ചെയ്യാം ഗൈസ്. ഇപ്പോൾ ലാൻഡാവും. ഓക്കെ ലാൻഡായി. ഓ അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ്, ചത്തുപോയനെ. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ.